വിമാനവാഹിനി കപ്പൽ പാകിസ്ഥാനിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പാകിസ്ഥാനികൾ പറയുന്നത്, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ പാകിസ്ഥാനിലേക്ക് വന്നാൽ ഞങ്ങൾ അതിനെ നശിപ്പിക്കുമെന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളാണ് ഇന്റർനെറ്റിൽ അവർ ഷെയർ ചെയ്യുന്നത്. ഇവർ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലിനെ തകർക്കാൻ പാകിസ്ഥാന്റെ പക്കൽ ഏത് തരം ആയുധമാണ് ഉള്ളത്? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഒന്നാമതായി, ഒരു വിമാനവാഹിനി കപ്പലിനെയോ യുദ്ധക്കപ്പലിനെയോ തകർക്കാൻ ഏറ്റവും നല്ല ആയുധം ആ രാജ്യത്തിന്റെ അന്തർവാഹിനിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലോക നാവികസേനയ്ക്ക് അന്തർവാഹിനി എന്നത് ഒരു പ്രധാനപ്പെട്ട ആസ്തിയായിരുന്നു. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ നാവികസേനയുടെ കൈവശമുള്ള അന്തർവാഹിനികളുടെ എണ്ണം വളരെ കുറവാണ്. പാകിസ്ഥാൻ നാവികസേനയുടെ അന്തർവാഹിനികൾ ഇന്ത്യയുടെ അന്തർവാഹിനി പോലെ അത്ര ശക്തമല്ല. അതും ഇന്ത്യയുടെ പക്കൽ ആണവോർജ അന്തർവാഹിനികളുണ്ട്, പക്ഷെ ഇതൊന്നും പാകിസ്ഥാന്റെ പക്കൽ ഇല്ല. ഇനി അവരുടെ പക്കലുള്ള ഡീസൽ, ഇലക്ട്രിക് കൂടാതെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സബ്മറൈൻ ഇവയിൽ പോലും പലതിനെയും അവർക്ക് വിന്യസിപ്പിക്കാനും സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ നാവികസേനയുടെ 3 അന്തർവാഹിനികൾ കറാച്ചിയിൽ ഡ്രൈഡോക്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. കുറച്ച് ദിവസത്തേക്ക് പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ഈ അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കാനേ സാധിക്കില്ല. ഇതിനകം മോശമായ അവസ്ഥയിലുള്ള എല്ലാ അന്തർവാഹിനികളെയും അവർ ഇപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ രാജ്യത്തിന്റെ നാവികസേനയുടെ ഇപ്പോഴുള്ള ഒരവസ്ഥ. ഇനി നമ്മൾ മിസൈൽസ് എടുത്ത് നോക്കിയാൽ, പാകിസ്ഥാൻ നാവികസേനയുടെ പക്കൽ ഒരു ആന്റി ഷിപ്പ് മിസൈൽ ഉണ്ട്. ഈ ആന്റി ഷിപ്പ് മിസൈലാണ് ഇന്ത്യക്ക് എതിരെ അവർ പലതവണ ഉപയോഗിക്കും എന്ന് പറയുന്നത്. അത് ഈ CM-400 എന്ന് വിളിക്കപ്പെടുന്ന ചൈന നിർമ്മിച്ച ഒരു കപ്പൽ വേധ മിസൈലാണ്. ഈ CM-400 AKG എന്നത് ഒരു എക്സ്പോർട്ട് വേരിയന്റ് ആണ്. ചൈനയിൽ ഈ ഒരു മിസൈലിന് സമാനമായ ഒരു മിസൈൽ 500 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു മിസൈൽ അവരുടെ പക്കൽ ഉണ്ട്. എന്നാൽ പാകിസ്ഥാന് വെറും 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് അവർ നൽകിയത്. കാരണം ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ മിസൈൽസ് എക്സ്പോർട്ട് ചെയ്യുന്നുവെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാവൂ എന്ന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അതിനാൽ 250 കിലോമീറ്റർ ആണ് ഈ CM-400 AKGയുടെ റേഞ്ച് എന്നത്. ഇപ്പോൾ ഈ CM-400 AKGയെ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിച്ച അലുമിനിയം തിങ്ക് ടാങ്കായ JF-17 മാത്രമേ നമുക്ക് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കൂ. മറ്റേതൊരു യുദ്ധവിമാനത്തിലും അതിനെ ഇൻഡക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇനി പാകിസ്ഥാന്റെ വ്യോമസേന എടുത്താൽ അവരുടെ പക്കലുള്ള വളരെ നൂതനമായ എയർക്രാഫ്റ്റ്സ് എന്നത് JF-17, J-10C കൂടാതെ F-16 ഉണ്ട്. ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് എതിരെ ഈ 3 വിമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം അവർക്ക്. ഇതിന് പുറമെ അവരുടെ മിറാഷ് 3 പോലുള്ള വിമാനങ്ങൾ എല്ലാം കര ആക്രമണത്തിന് മാത്രമേ ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. അതിനാൽ ഒരുപക്ഷെ ഇന്ത്യൻ വ്യോമസേന അവരെ ആ ഒരു വശത്ത് തിരക്കിലാക്കുകയാണെങ്കിൽ കറാച്ചിയെ സംരക്ഷിക്കാൻ JF-17 വിമാനങ്ങളെ ഒരിക്കലും പാകിസ്ഥാൻ അയക്കാനും സാധിക്കില്ല. അപ്പോൾ അവരുടെ പക്കലുള്ള ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കിയാൽ, ഹാർപൂൺ പോലുള്ള മിസൈൽസ് അയക്കുക എന്നുള്ളതാണ് ഒരേ ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഈ ഹാർപൂൺ അയക്കുകയാണെങ്കിൽ അതിന് ശരിയായ ഒരു തിരിച്ചടി ഇന്ത്യക്ക് നൽകാൻ കഴിയുമോ ഇല്ലയോ എന്നറിയുന്നതിന് മുൻപ് ഒരുപക്ഷെ JF-17 അവർ ഇന്ത്യൻ വ്യോമസേനയ്ക്കെതിരെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ ഇന്ത്യൻ നാവികസേനയിലെ കപ്പലുകളെ മുക്കിക്കളയാൻ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കാം. ഒരു വശത്ത് ഹാർപൂൺ ഉണ്ട്, മറുവശത്ത് CM-400 AKG എന്ന മിസൈലും ഉണ്ട്. ഇവ രണ്ടും അവർ ഉപയോഗിക്കുകയാണ് എന്ന് ചിന്തിക്കുക. ഈ ഹാർപൂണിന് 250 കിലോമീറ്റർ ആണ് റേഞ്ച്. CM-400 AKGക്കും ഈ 250 കിലോമീറ്റർ ആണ് റേഞ്ച് ഉള്ളത്. ഈ കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന ഹാർപൂൺ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഡെസ്ട്രോയർ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡെസ്ട്രോയർ യുദ്ധക്കപ്പലുകൾക്ക് 200 കിലോമീറ്റർ അടുത്തേക്ക് വരണം. അതായത് നമ്മുടെ യുദ്ധക്കപ്പലുകൾക്കും പാകിസ്ഥാൻ യുദ്ധക്കപ്പലിനും തമ്മിലുള്ള ഈ ഇടയിലുള്ള ദൂരം എന്നത് 200 കിലോമീറ്ററിനും താഴെയായിരിക്കണം. എങ്കിൽ മാത്രമേ മിസൈൽ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ ഈ 200 കിലോമീറ്റർ അവർ നമുക്കടുത്തേക്ക് വരികയാണ്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അടുത്ത് അങ്ങനെ വരാൻ സാധിക്കില്ല എന്നതാണ്. അതാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ 800 മുതൽ 900 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ എല്ലാം നമ്മൾ എക്സ്റ്റെൻഡഡ് റേഞ്ചിലേക്ക് ERI മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യുദ്ധക്കപ്പലുകളിലുള്ള ബ്രഹ്മോസ് മിസൈലുകൾ എല്ലാം തന്നെ കുറഞ്ഞത് 500, 600, 800 കിലോമീറ്റർ വരെയും ദൂരപരിധിയുള്ളതാണ്.
അപ്പോ ഒരു പാകിസ്ഥാൻ യുദ്ധക്കപ്പലിന് നമ്മുടെ അടുത്തേക്ക് 250 കിലോമീറ്റർ അടുത്തേക്ക് വരാൻ ഒരു വഴിയും ഇല്ല. അതിനു മുൻപ് തന്നെ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് നമ്മൾ പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളെ നശിപ്പിക്കും. ഇതാണ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഈ ഹാർപൂണൊക്കെ ഉപയോഗിച്ച് അവർക്ക് നമ്മുടെ യുദ്ധക്കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളപ്പോൾ അവർക്കുള്ള ഏക പോംവഴി JF-17 യുദ്ധവിമാനങ്ങളാണ്. അപ്പോൾ ഈ JF-17 വിമാനങ്ങൾ എടുത്താൽ ഈ യുദ്ധവിമാനങ്ങൾ ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറന്ന് മാത്രമേ ഈ CM-400 AKG വിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് വിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ അതിലും ചില മാനദണ്ഡങ്ങളുണ്ട്. കാരണം ഇത് എത്ര തന്നെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു എയറോബാലിസ്റ്റിക് മിസൈലാണ്. അധിക ദൂരത്തിൽ പറന്ന് അത് വളരെ ഉയർന്ന ഉയരത്തിൽ പറന്നുകൊണ്ട് വീണ്ടും പെട്ടെന്ന് താഴ്ന്ന ഉയരത്തിൽ ലാൻഡ് ചെയ്ത് ലക്ഷ്യത്തെ നിർവീര്യമാക്കണം. അപ്പോൾ ഈ ഒരു മിസൈലിനെ അവർ വിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഉയരത്തിൽ പറക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 250 കിലോമീറ്റർ അടുത്തേക്കും എത്തണം. ഇപ്പോൾ നമ്മുടെ ഈ യുദ്ധക്കപ്പലുകളിലുള്ള റഡാർ MF സ്റ്റാർ എന്ന ഇസ്രായേലും നമ്മളും ചേർന്ന് നിർമ്മിച്ച റഡാറുകൾ, ഇതാണ് വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. സൗത്ത് ഏഷ്യയിൽ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയ ഒരു റഡാർ ചൈനയുടെ പക്കൽ പോലും ഇല്ല. കാരണം ലോകത്തിൽ ഏറ്റവും ഉയർന്ന സൈന്യമുള്ള US സൈന്യം, US നാവി, യൂറോപ്യൻ നേവീസ് ഉപയോഗിക്കുന്ന അതേ ശക്തമായ റഡാറുകൾ നമ്മുടെ യുദ്ധക്കപ്പലുകളിലുമുണ്ട്. അപ്പോൾ ഈ ഒരു റഡാറിനെ കൊണ്ട് JF-17 വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. വളരെ താഴ്ന്ന് തറയോട് ചേർന്ന് പറക്കുകയാണെങ്കിൽ അൺഡിറ്റക്റ്റഡ് ആയി 250 കിലോമീറ്റർ അടുത്തേക്ക് വരാൻ കഴിയും. എന്നാൽ ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യാൻ ആകാശത്തിൽ അത്രയും ഉയരത്തിൽ പറക്കുന്ന സമയത്ത് അത്ര ഉയരത്തിൽ പറന്നു വരുന്ന ഈ ഒരു യുദ്ധവിമാനങ്ങളെ നമുക്കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. അതേസമയം ഈ JF-17 കൗണ്ടർ ചെയ്യാനായി നമ്മുടെ MiG-29 യുദ്ധവിമാനങ്ങൾ ഇതിനകം തന്നെ ആകാശത്തും ഉണ്ടാകും. അതായത് MiG-29 യുദ്ധവിമാനങ്ങളുടെ ഫൈറ്റർ റേഞ്ച് എല്ലാം 600-800 കിലോമീറ്ററിലും അധികമാണ്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ ഈ JF-17 യുദ്ധവിമാനം നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് 500 കിലോമീറ്റർ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ MiG-29K വിമാനങ്ങളുടെ റഡാറിൽ അത് പതിയുകയും മിസൈലുകളാൽ അത് ആക്രമിക്കപ്പെടുകയും ചെയ്യും. ഇത് ആദ്യത്തെ സാഹചര്യമാണ്. 30 MiG-29K വിമാനങ്ങൾ INS വിക്രാന്തിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളപ്പോൾ ഇത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലെയർ ബൈ ലെയറായി നമ്മൾ പ്രതിരോധം ഒരുക്കിയിട്ടുണ്ട്. അതായത് ആദ്യം സർവൈലൻസിന് വേണ്ടി നമ്മുടെ പക്കൽ റഡാർ ഉണ്ട്. രണ്ടാമതായി ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മിസൈലുകളുടെ ദൂരപരിധി എന്നത് 3 ഇരട്ടി അധികമാണ്. അടുത്തത് മൂന്നാമതായി ഇവരുടെ വിമാനങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ വിമാനങ്ങളെ കൗണ്ടർ ചെയ്യാനായി നമ്മുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പറക്കുന്ന വിമാനങ്ങളുണ്ട്. ഇനി ഇവയെ എല്ലാം മറികടന്ന് അവർ ആ മിസൈൽ അയക്കുന്നു എന്ന് തന്നെ ചിന്തിക്കുക. CM-400 AKG അയക്കുകയാണ്, അല്ലെങ്കിൽ ഹാർപൂൺ അവർ അയക്കുകയാണ് എന്ന് ചിന്തിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ലോകത്തിന് മുൻപിൽ ഒരു അതുല്യമായ കഴിവ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ലോകത്തിൽ നാറ്റോ സൈന്യത്തിന് മാത്രമേ ഈ അതുല്യമായ കഴിവുള്ളൂ. ഇതിനെ ഒരു സംയോജിത യുദ്ധം അല്ലെങ്കിൽ ഒരു ഡാറ്റ കേന്ദ്രീകൃത യുദ്ധം എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഈ നേട്ടത്തെക്കുറിച്ച് പറയണമെങ്കിൽ സാധാരണ ഒരു യുദ്ധക്കപ്പൽ സ്വയം സംരക്ഷിക്കാനായി ഒരു ഇന്റർസെപ്റ്റാർ മിസൈലിനെ, സർഫസ് ടു എയർ മിസൈൽ, അതിന്റെ ത്രെഡിനെതിരെ അയക്കുമ്പോൾ ആ ഒരു യുദ്ധക്കപ്പലിന്റെ റഡാർ മാത്രമാണ് ആ മിസൈലിന് ആവശ്യമായ ഡയറക്ഷൻ നൽകുന്നത്. ഒരു ഉദാഹരണത്തിന് INS കേരള എന്ന ഒരു വാർഷിപ്പ് ഉണ്ടെന്ന് ചിന്തിക്കുക. ഈ വാർഷിപ്പിനെ നോക്കി ഒരു മിസൈൽ അയക്കുകയാണ്. ആ ഒരു മിസൈലിനെ തടയാനായി ഈ ഒരു വാർഷിപ്പ് ഇന്റർസെപ്റ്റർ അയച്ചാൽ ഈ ഇന്റർസെപ്റ്റാറിന് ആ ഒരു മിസൈലിനെ ട്രാക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം നൽകുന്നത് ആ പ്രത്യേക INS കേരള എന്ന യുദ്ധക്കപ്പലായിരിക്കും. മറ്റ് യാതൊരു യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് യാതൊരു യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ ഈ പ്രത്യേക മിസൈലിനെ തടയാനായി ഇന്റർസെപ്റ്റർക്ക് നൽകാൻ സാധിക്കില്ല. ഇതാണ് ഇതിനു മുൻപ് വരെയും ഉണ്ടായിരുന്ന കേസ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, INS സൂറത്തിൽ നിന്നും അയച്ച ഈ ഒരു സർഫസ് ടു എയർ മിസൈലിന് ആവശ്യമായ ടാർഗറ്റ് ഡീറ്റെയിൽസ് എല്ലാം നൽകിയത് മറ്റൊരു നാവൽ പ്ലാറ്റ്ഫോം ആണ്. ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് യാതൊരു അറിയിപ്പും വന്നിട്ടില്ല. എന്നാൽ ഈ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഏതിനെ നോക്കിയാണ് ലോഞ്ച് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് ഇൻകമിംഗ് ത്രെഡിനെ നോക്കിയാണ് ലോഞ്ച് ചെയ്തത്. അതായത് സ്കിമ്മിംഗ് ടാർഗറ്റ്. ആകാശത്തിൽ അധിക ഉയരത്തിലുള്ളതിനെ കൊണ്ട് ഇതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ തറയിൽ വളരെ ചേർന്ന് പറക്കുന്ന യുദ്ധക്കപ്പലുകളുടെ റഡാറുകളെ കൊണ്ട് ഇവയെ ഒന്നും ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. വളരെ വളരെ പ്രയാസമാണ്. അപ്പോ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന മറ്റേതോ ഒരു അസറ്റ് തന്നെ ആയിരിക്കണം താഴെ സ്കിമ്മിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ടാർഗറ്റിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടാവുക.
ഒരു പക്ഷെ അതൊരു യുദ്ധവിമാനമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു PA പോസൈഡൻ പോലുള്ള സർവൈലൻസ് എയർക്രാഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏവാക്സ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ അതൊരു ഏരിയൽ അസറ്റ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ INS സൂറത്തിനെ നോക്കി ഒരു മിസൈൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മിസൈലോ ഒരു യുദ്ധക്കപ്പലോ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായും മിസൈൽ ആയിരിക്കാനാണ് സാധ്യത. ഈ മിസൈലിനെ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ INS സൂറത്ത് ഒരു സർഫസ് ടു എയർ മിസൈൽ അയച്ചു. എന്നാൽ ആ ഒരു മിസൈലിന് ആവശ്യമായ ടാർഗറ്റിംഗ് ഡീറ്റെയിൽസ് നൽകിയത് ആകാശത്തിൽ മറ്റെവിടെയോ പറന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഉടമസ്ഥതയിലുള്ള മറ്റേതോ യുദ്ധവിമാനമാണ്. അപ്പോ ആകാശം വഴി ട്രാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ താഴെ സ്കിമ്മിംഗ് ടാർഗറ്റ്സിനെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ കഴിയില്ല. എല്ലാം ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇപ്പോൾ നമുക്കുണ്ട്. അതും പ്രധാനമായി LRSAM, MRSAM. ഇതിന്റെയൊക്കെ പരിധി നോക്കിയാൽ 80 മുതൽ 120 കിലോമീറ്റർ വരെയുണ്ട്. അപ്പോൾ 80 മുതൽ 120 കിലോമീറ്റർ വരെ ഏതൊരു ടാർഗറ്റിനും നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് അടുത്ത് വരാനേ കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം അവരുടെ പക്കൽ സബ്മറൈൻസ് ഇല്ല. രണ്ടാമതായി അവരുടെ വാർഷിപ്പിലുള്ള മിസൈലുകളുടെ ദൂരപരിധി എല്ലാം 250 കിലോമീറ്റർ ആണ്. നമ്മുടേത് 500, 800, 900 കിലോമീറ്റർ വരെയും ദൂരപരിധിയുണ്ട്. നമ്മുടെ സബ്മറൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് ബ്രഹ്മോസ് മിസൈലുകൾ അയക്കാൻ സാധിക്കും. മൂന്നാമതായി നമ്മുടെ INS വിക്രാന്ത് എന്ന യുദ്ധക്കപ്പൽ, അതിന്റെ എയർവിംഗ് മാത്രം ഏകദേശം 30 MiG-29K ആണ്. അതൊരു സാധാരണ വിഷയമേ അല്ല. നാലാമതായി JF-17 നിന്നും മാത്രമേ ഈ കാരിയർ കില്ലിംഗ് മിസൈൽസിനെ അവരെ കൊണ്ട് അയക്കാനും സാധിക്കുകയുള്ളൂ. ആ ഒരു യുദ്ധവിമാനത്തിനാണെങ്കിൽ നമ്മുടെ നാവികസേനയുടെ അടുത്തേക്ക് വരാൻ പോലും സാധിക്കില്ല. ഇവയ്ക്കെല്ലാം അപ്പുറം അവർ ഈ മിസൈലിനെ ലോഞ്ച് ചെയ്താൽ പോലും അവസാനം അവർക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നത് LRSAM അല്ലെങ്കിൽ MRSAM എന്ന നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി പാകിസ്ഥാന് ഒട്ടും തന്നെ ഇല്ല. അതേസമയം ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ അവർ 1-2 മിസൈലുകൾ അയച്ചാൽ പോലും അതിനെ അത്ര പെട്ടെന്ന് മുക്കിക്കളയാനൊന്നും കഴിയില്ല. അതിന് ചില കേടുപാടുകളൊക്കെ ഒരു പക്ഷേ സംഭവിച്ചു എന്നിരിക്കാം. നമുക്കത് ശരിയാക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ആ വിമാനവാഹിനി കപ്പലുകളെ വീണ്ടും യുദ്ധകളത്തിലേക്ക് അയക്കാനും സാധിക്കും. അതുകൊണ്ട് 1-2 എയർവിങ്സ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചോ, വിമാനവാഹിനി കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനെ കുറിച്ചോ, ഡെസ്ട്രോയർക്ക് കേടുപാട് സംഭവിക്കും, അവ മുങ്ങിപ്പോകും, ഇതൊന്നിനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. യുദ്ധം എന്ന് വന്നാൽ ഇതൊക്കെ തീർച്ചയായും നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യവും വരും. എന്നാൽ ഇത്രയേറെ നമ്മുടെ പക്കൽ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്, അതും ശത്രുവിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിനാൽ നമ്മൾ യാതൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. നമ്മൾ നമ്മുടെ യുദ്ധത്തിൽ വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഇറങ്ങാൻ കഴിയും. കാരണം ഈ പറയുന്ന ഉപകരണങ്ങളും ടെക്നോളജിയും എല്ലാം നമ്മെ സംരക്ഷിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതിൽപ്പെടാത്ത കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.